നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവായ പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും അഥവാ സഹനത്തിനും ദീർഘക്ഷമയ്ക്കുമായി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ കൂടി അപ്പോസ്തലൻ അപേക്ഷിക്കുന്നു. കാരണം പിതാവിൻ്റെ സ്നേഹത്താലും പുത്രൻ്റെ യാഗത്താലും മറ്റാർക്കും ലഭിക്കാത്ത പാപമോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദീർഘക്ഷമയും മഹാകരുണയും ദയയും നമ്മോട് കാണിച്ച ദൈവത്തോട് നമുക്കും നിരപ്പാകാം. ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. പൗലോസ് ദൈവത്തിന് ശുശ്രൂഷകനായി തീർന്നതുപോലെ നമുക്കും സത്യദൈവത്തിൻ്റെ ശുശ്രൂഷകരായി തീരാം. ദൈവപരിജ്ഞാനത്താൽ നിറയാം. സഹനത്തിനും ദീർഘക്ഷമയ്ക്കുമായി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ആത്മാവിൽ ബലപ്പെടാം. ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ വളരാം. സ്നേഹസ്വരൂപനായ ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിനോട് അനുരൂപപ്പെടാം. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഉണ്ടായ സമാധാനം അനുഭവിക്കുകയും പങ്കിട്ട് നൽകുകയും ചെയ്യാം. ദൈവനാമം നമ്മിൽ കൂടെ മഹത്വപ്പെടട്ടെ. ആമീൻ.